വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ സ്കൂളിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുവാനുള്ള ഭാഗ്യം ഞാൻ സ്വീകരിച്ചത്. എന്നോട് ഉഷാദേവി ടീച്ചർ വിളിച്ച സമയത്ത് പറഞ്ഞത്, സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. ആ വാക്ക് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തില് 3 സത്യങ്ങളാണ് ഉള്ളത്. 1 നമ്മുടെ ജനനം, 2 നമ്മുടെ മരണം, 3 അതിനിടയ്ക്കുള്ള നമ്മുടെ ജീവിതം. നമ്മൾ എവിടെ ജനിക്കണമെന്നും ആരുടെ മകനായി ജനിക്കണം, ആരുടെ മകളായി ജനിക്കണമെന്നും തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മൾ എപ്പോഴാണ് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് നമ്മളല്ല. നേരെ മറിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളാണ്. അപ്പൊ എവിടെ ജനിച്ചു എന്നുള്ളതോ എവിടെ വളർന്നു എന്നുള്ളതോ അല്ല, നേരെ മറിച്ച് എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്ന് ഈ പ്രവേശനോത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ നിമിഷത്തില് നിങ്ങളെപ്പോലെ ഒരു കൊച്ചു കുട്ടിയായിട്ട് മാറാൻ, നിങ്ങളെപ്പോലെ പുസ്തകവും ബാഗുമായിട്ട് മുമ്പിലിരിക്കാൻ ഹൃദയം കൊതിക്കുകയാണ്. ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, കാലിഫോർണിയയ്ക്ക് മുകളിലൂടെ വിമാനം പറത്തിക്കൊണ്ടിരുന്നൊരു വൈമാനികൻ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സമയത്ത് വിമാനത്തെ ഇങ്ങനെ താഴ്ത്തി പറത്തി. തൊട്ടടുത്തിരിക്കുന്ന സഹ പൈലറ്റിനെ തോണ്ടി വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, താഴെ കാണുന്നില്ല ഒരു തടാകം, ആ തടാകത്തിന്റെ അരികിലാണ് എന്റെ വീട്. ഞാൻ കുട്ടിക്കാലത്ത് വള്ളി ട്രൗസർ ഇട്ട് ആ തടാകത്തിന്റെ അരികിലിരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമായിരുന്നു. അന്ന് ആകാശത്തുകൂടി പറന്നു പോകുന്ന വിമാനങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട് ആ വിമാനത്തിൽ ഇങ്ങനെ പറന്നു നടക്കാൻ സാധിച്ചതിൽ എന്നുള്ളത്. ഇന്നൊരു പൈലറ്റായി തിരക്കിട്ട ജീവിതം നയിക്കുന്ന സമയത്ത് വിമാനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പഴയ പോലെ വള്ളി ട്രൗസർ ഇട്ട് ആ തടാകത്തിന് അരികിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കാനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷേ ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ കുട്ടികളോട്, എന്റെ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടിയായിട്ട് ഞാൻ മാറുകയാണെങ്കിൽ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും. ഉപനിഷത്തിൽ മനോഹരമായൊരു കഥയുണ്ട്. പണ്ഡിതനായ ഒരച്ഛൻ, ആ അച്ഛന്റെ ഒരേ ഒരു മകൻ, ആ മകനെ അങ്ങ് ദൂരെയുള്ള ഗുരുകുലത്തിൽ ചേർത്തു. അവിടെ കുറച്ചു ദിവസം പഠിച്ചു കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അവന്റെ അഹങ്കാരം കൂടി. അവന് തോന്നി ഗുരുവിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവനും അറിയാമെന്നൊരു തോന്നൽ അവനുണ്ടായി. അവൻ എന്ത് ചെയ്തു? അവിടുന്ന് തിരിച്ചു പോന്നു. അവൻ തിരിച്ചു വരുന്നത്, അഹങ്കാരിയായ മകൻ നെഞ്ചു വിരിച്ചു പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടുകൂടി നടന്നു വരുന്നത് അച്ഛൻ ജനലഴികൾക്കിടയിലൂടെ കാണുന്നു. അച്ഛൻ പുറത്തേക്കിറങ്ങി. അവന് വീട്ടിലേക്ക് പോലും കയറാൻ സമ്മതിക്കാതെ അവനോട് അച്ഛൻ ഒരു ചോദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ നീ പഠിച്ചുവോ എന്ന് ചോദിച്ചു. അവൻ ഞെട്ടിപ്പോയി. പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ എങ്ങനെയാ പഠിക്കാൻ പറ്റുന്നത്? അച്ഛൻ അവനോട് പറഞ്ഞു, തിരിച്ചു പോവുക, നിന്റെ ഗുരുവിനോട് പറയുക, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞു. അവൻ തിരിച്ചുപോയി. ഗുരു അവനെ സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ചിരുത്തി. എന്റെ മോനെ, നിനക്ക് ഒരു അധ്യാപകനിൽ നിന്നും അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 4ൽ 1 ഭാഗം മാത്രമാണ്. അപ്പോ നിങ്ങൾ വിദ്യാലയത്തിൽ വന്നത് പാഠപുസ്തകത്തിൽ നിന്ന്, അധ്യാപകരിൽ നിങ്ങൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതിന്റെ 4ൽ 1 ഭാഗം മാത്രമാണ് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി 3ൽ 1 ഭാഗം എന്ന് പറയുന്നത് കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. പക്ഷെ അവിടെയാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, കുട്ടികളും മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഒരു ചതുരത്തിനുള്ളിൽ കുടുങ്ങി കിടക്കുന്നു. പരസ്പരം സംസാരിക്കാൻ സാധിക്കാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അവിടെ ആരൊക്കെ കൂട്ടുകാരുണ്ടാവണം? നല്ല കൂട്ടുകാരുണ്ടാവണം നിങ്ങൾക്ക്. വീട്ടുകാർ നിങ്ങളോട് പരസ്പരം സംസാരിക്കണം, അയൽക്കാർ സംസാരിക്കണം. ഇവിടെ പരസ്പരം സംസാരത്തിലൂടെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് 3ൽ 1 ഭാഗം മാത്രം പറയുന്നത്. ബാക്കി 2ൽ 1 ഭാഗം എന്ന് പറയുന്നത് പ്രകൃതിയെ കണ്ടു പഠിക്കേണ്ടതാണ്. പക്ഷേ പ്രകൃതിയെ നമ്മളെ കുട്ടികൾ കാണുന്നില്ല. കുട്ടികൾ നമ്മൾ രാവിലെ ബസ്സിലേക്ക് എടുത്തു വെക്കുന്നു, നേരെ ചെല്ലുന്നു, സ്കൂളിൽ ചെന്നിറങ്ങുന്നു, സ്കൂളിൽ നിന്ന് ബസ്സിലേക്ക് കയറുന്നു, വീട്ടിൽ ചെന്നിറങ്ങുന്നു. എവിടെയാണ് പ്രകൃതിയെ കാണാൻ അവർക്ക് നേരം? അതാണ് പ്രശ്നം. എന്റെ അച്ഛനൊരു സാധാരണ കർഷകനായിരുന്നു. അച്ഛന് പറയുമായിരുന്നു, ഓരോ വിത്തിനുള്ളിലും ഒരു മരം ഒളിഞ്ഞിരിപ്പുണ്ട്, ഓരോ വിത്തിനുള്ളിലും ഒരു മരം ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ വിത്ത് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മരത്തെ കാണുവാൻ സാധിക്കില്ല. നേരെ മറിച്ച് ആ വിത്ത് നട്ടുകഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് മുകുളമുണ്ടാവുവാൻ നമ്മൾ കാത്തിരിക്കണം. അത് പ്രധാനമാണ്. അത് ഒരു മരമായി മാറുവാൻ നമ്മൾ കാത്തിരിക്കണം. ആ മരത്തിൽ പൂക്കൾ ഉണ്ടാവുവാൻ നമ്മൾ കാത്തിരിക്കണം. പൂക്കൾ കായ്കളായിട്ട് മാറുവാൻ കാത്തിരിക്കണം. അല്ലാതെ വിത്ത് നട്ട ഉടനെ അതിൽ നിന്ന് കായ് പറിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെയാണ് തെറ്റുപറ്റുന്നത്. നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. കുട്ടികളെ ഡോക്ടറാക്കണമെന്നും എഞ്ചിനീയറാക്കണമെന്നും കുട്ടികൾ
ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കൾ പ്ലാൻ ചെയ്യുകയാണ്. അവിടെ കുട്ടികളിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം, ഏറ്റവും കൂടുതൽ ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി ഏത് എന്നുള്ളതാണ്. അവന്റെ അഭിരുചിക്കനുസരിച്ച് ഒരു ജോലി തിരഞ്ഞെടുക്കുവാൻ അവനെ അനുവദിക്കുന്നില്ല. ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, ഓർഫാലീസ് പട്ടണത്തിൽ നിന്ന് അൽ മുസ്തഫ എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളതാണ്. അൽ മുസ്തഫ എന്ന് പറയുന്ന ആ ഗ്രാമം മുഴുവൻ സ്നേഹിച്ച 12 സംവത്സരക്കാലത്തെ താമസത്തിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ കപ്പലിന്റെ കൊടിക്കൂറാങ്ങ് ദൂരെ കാണുന്ന സമയത്ത് ഗ്രാമവാസികളെല്ലാം ഒത്തുചേരുന്ന സമയത്ത് ഒരാൾ ചോദിക്കുന്നു, കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയുവാനുണ്ട്? അൽ മുസ്തഫയുടെ ഉത്തരം ഇതാണ്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവർ ഈ സമൂഹത്തിന്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുത്. കാരണം അവർക്ക് അവരുടെ ചിന്തകൾ ഉണ്ടാവും. ആ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ കുട്ടികളെ വളർത്തുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് കുട്ടികൾ വലുതാവണം, ആ കുട്ടികളിലൂടെ നമ്മൾ ഒന്നാമനാവണം. അതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ തെറ്റുപറ്റുന്നത്. അപ്പോ പ്രകൃതിയെ കണ്ട് പൂക്കളെയും പുഴുക്കളെയും പുഴകളെയും കണ്ട് നമ്മുടെ കുട്ടികളെ പഠിക്കുവാനുള്ള അവസരം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇനി 4ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ പഠിക്കേണ്ടത് അവനവനിൽ നിന്നാണ് പഠിക്കേണ്ടത്. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അതിബോധ മനസ്സിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം പഠിച്ചെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി സാധാരണ ചെയ്യേണ്ട കാര്യം ധാരാളം വായിക്കുക എന്നുള്ളതാണ്. പാഠപുസ്തകത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ വായിക്കുവാനുള്ള പ്രോത്സാഹനം അധ്യാപകർ കൊടുക്കണം, അവർക്ക് രക്ഷിതാക്കൾ കൊടുക്കണം. അവർക്ക് ഓരോ രാത്രിയിലും ഈ ടെലിവിഷൻ പരിപാടികൾ വരുന്ന ക്രിമിനൽ പ്രോഗ്രാംസ് കാണാൻ സമ്മതിക്കാതെ നിർബന്ധമായിട്ടും പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു വായിക്കട്ടെ, അവരുടെ കയ്യിൽ നിന്ന് പുസ്തകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് താഴേക്ക് വീഴട്ടെ. അതൊക്കെയാണ് സംഭവിക്കേണ്ടത്. അങ്ങനെ 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളിൽ നിന്നും നല്ല ഒരു തലമുറ നമുക്ക് ഉയർന്നു വരട്ടെ എന്നുള്ളതാണ് പ്രത്യാശ. നല്ല ഉല്ലാസത്തോടുകൂടി ആസ്വദിച്ച് ഒരു വർഷക്കാലം ഗംഭീരമായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല കുട്ടികളായിട്ട് നിങ്ങൾ നടക്കുന്ന വഴികളിൽ നിങ്ങളുടെ കാൽപാദങ്ങൾ പതിച്ചുവെച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.